ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അതിനായി നമുക്കൊരു ബൗളിലേക്ക് ഒരു 250 ഗ്രാം അരിപ്പൊടി ഇടാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ റവയും അതിനകത്തിടാം. അതിന് ശേഷം പിന്നെ 2 സ്പൂൺ ഗോതമ്പ് മാവും, അതിനുശേഷം ബേക്കിംഗ് സോഡയാണ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അതിനുശേഷം നമുക്ക് കസൂരി മെത്തിയും കൂടി ഇടുക. അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അതിനാണ് നമ്മളത് ഉണ്ടെങ്കിൽ ഇടുക, ഓപ്ഷനിലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആ കസൂരി മെത്തി ഇട്ടു. അതിനുശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം. തിളച്ച വെള്ളം ഒഴിച്ച് ഈ മാവ് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മാവ് നല്ലപോലെ കുഴച്ച് റെഡിയാക്കാം. ഈ കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കാണാം. കുറച്ച് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. ഒരു ക്രിസ്പി പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നത്. മാവ് കുഴച്ച് വൃത്തിയാക്കി അതാണ് നമ്മളിത് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മാവൊന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുത്ത് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഷേപ്പിലോട്ട് നമുക്കൊന്ന് കൈവച്ചൊന്ന് പരത്തിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഷേപ്പ് കിട്ടും. നമ്മുടെ എണ്ണ ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് നല്ലപോലെ പൊരിച്ച് കോരാം. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ബാച്ചും കൂടി കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരട്ടെ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചേരുവകളും കൂടി ചേർക്കണം. അതിനായിട്ട് ഞാൻ പ്ലേറ്റിൽ നിന്നും ചരുവത്തിലേക്ക് ഈ സ്നാക്കിനെ മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ എരിവ് കുറവായിരിക്കുമല്ലോ. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് എരിവ് അധികം ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ നമ്മളിട്ടു. അതിനുശേഷം നമുക്ക് കുറച്ച് ചാറ്റ് മസാലയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ആഡ് ചെയ്യുന്നത്. അതില്ലാതെ അത് ഒന്നും ഈ മുളക് പൊടിയും ചാറ്റ് മസാലയൊന്നും ഇടാതെ നമുക്ക് കഴിക്കാം. എന്നാലും ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ കറുമുറയുള്ള നമ്മുടെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിപ്പിക്കണേ കൂട്ടുകാരെ.